നമസ്കാരം. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെ നടത്തിയ 40 നാൾ നീണ്ട യുദ്ധം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിലെത്തി എങ്കിലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രയേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 250 പേർ കൊല്ലപ്പെട്ടത് നിലവിലെ സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനു മറുപടിയായി, അതായത് അടിച്ചാൽ തിരിച്ചടി, അതുകൊണ്ട് തന്നെയാണ് ഇതിനു മറുപടിയായി ഇറാൻ അയൽ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുകയും ലെബനനിലെ ആക്രമണം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. താൽക്കാലിക ശാന്തിയുണ്ടായി എന്ന പൊതുധാരണ നിലനിൽക്കെയാണ് അമേരിക്കൻ സൈന്യം ഇറാൻ സമീപം തുടരുമെന്നും അടുത്ത അധിനിവേശത്തിന് തയ്യാറെടുക്കുമെന്നും ആവശ്യപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ലോകത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്നത്. ഇറാന് ചുറ്റുമുള്ള അമേരിക്കൻ സൈനിക വിന്യാസം തുടരുമെന്നും അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മുൻപെങ്ങും കണ്ടില്ലാത്ത വിധം ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണിയും. ഇറാൻ തങ്ങളുടെ ആണവായുധ പരിപാടി പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുകയും വേണം എന്നതാണ് അമേരിക്കയുടെ പ്രധാന നിബന്ധന. യഥാർത്ഥ കരാർ നടപ്പിലാക്കുന്നത് വരെ അമേരിക്കൻ നാവിക വ്യോമസേനകൾ മേഖലയിൽ തുടരുമെന്നും നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഇതോടെ നിലവിലെ ദുർബലമായ വെടിനിർത്തൽ കരാർ ഏതോ നിമിഷവും തകർന്നേക്കാം എന്ന ഭീതിയിലാണ് രാജ്യാന്തര സമൂഹം. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ IRGC പ്രസിദ്ധീകരിച്ച ചാർട്ടിൽ കപ്പലുകൾ സഞ്ചരിക്കേണ്ട പാതയിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നത് സമുദ്ര സുരക്ഷയെ ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളും അമേരിക്കയുടെ കടുത്ത ഭീഷണികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ വിശ്വസിക്കാനാകില്ല എന്ന ഇറാന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ ഈ അസ്ഥിരത വരും ദിവസങ്ങളിൽ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി തകർത്തെറിയുക എന്ന ലക്ഷ്യം US ഇസ്രായേൽ സൈന്യങ്ങൾ കൃത്യമായി നേടിയിട്ടുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡർ തലവൻ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ വ്യക്തമാക്കുന്നത്. സ്വന്തം അതിർത്തികൾക്കപ്പുറത്തേക്ക് ശക്തി വ്യാപിക്കാനുള്ള ഇറാന്റെ കഴിവ് തകർക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. ഈ ദൗത്യം തങ്ങൾ വ്യക്തമായി പൂർത്തിയാക്കിയതായി എക്സ്പോസ്റ്റിലെ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ഇറാന് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നും വരും വർഷങ്ങളിൽ വലിയ തോതിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇറാന്റെ ശേഷി US ഇസ്രായേലും വളരെ കൃത്യതയോടെ നശിപ്പിച്ചു എന്നാണ് ഇവരുടെ വാദം. ഇറാൻ 40 വർഷം കൊണ്ട് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച പരമ്പരാഗത സൈനിക ശേഷിയെയാണ് തങ്ങൾ ഇല്ലാതാക്കിയതെന്നും US സൈനിക കമാൻഡർ പറയുന്നു. എന്നിരുന്നാലും അമേരിക്ക സന്നിഹിതരാവുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യും. ഏത് സമയത്തും വെളിപ്പാടകലെ ഞങ്ങൾ തയ്യാറാകും എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇറാനിൽ 13,000-ത്തിലധികം ആക്രമണങ്ങൾ വിജയകരമായി നടത്തിയെന്നും ആയിരക്കണക്കിന് തവണ യുദ്ധവിമാനങ്ങൾ പറത്തിയെന്നും നിലവിലുള്ള വെടിനിർത്തലിന് അനുസൃതമായി US സേന ആക്രമണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും സങ്കീർണവും വലുതുമായ വ്യോമ പ്രതിരോധ കുട നിവർത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രാദേശിക പങ്കാളികളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന US സെൻട്രൽ കമാൻഡ് തലവൻ കൂട്ടിച്ചേർത്തു.